ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും R&B മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിന മാത്രം കൊടുത്ത് ബേഡ്സിനെ വളർത്തുക എന്നത് വലിയ ചിലവുള്ള കാര്യമാണല്ലേ. കുറേ തിന പലരുടെയും വേസ്റ്റായി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ചിലവില്ലാത്ത മറ്റ് ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കണ്ടേ? വേണം. ഇലകൾ ലവ് ബേഡ്സിന് പൊതുവേ വളരെ ഇഷ്ടമാണ്. നമ്മുടെയൊക്കെ ചുറ്റുപാടുമുള്ള പലതരം ഇലകളും ലവ് ബേഡ്സ് തിന്നുന്നതാണ്. എന്നാൽ തിന്നുന്ന എല്ലാ ഇലകളും അവയ്ക്ക് ഭക്ഷണമായി കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം അവയിൽ പല ഇലകളും വിഷാംശം ഉള്ള ഇലകളായിരിക്കും. കൂടുതൽ തിന്നാൽ ബേഡ്സിന് മരണം പോലും സംഭവിക്കാവുന്നതാണ് ഇവയിൽ പലതും. അതുകൊണ്ട് പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ഈ ബേഡ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു 10 തരം ഇലകളെക്കുറിച്ചും അവയുടെ ഗുണങ്ങളെക്കുറിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഇലകളുടെ പേര് മാത്രം അറിഞ്ഞിട്ട് വീഡിയോ മുഴുവൻ കാണാതെ നിങ്ങൾ പോയേക്കരുത്. കാരണം ഈ ഇലകൾ ഏതൊക്കെ കാലാവസ്ഥയിലാണ് കൊടുക്കാൻ പറ്റുന്നതെന്നും ഏതൊക്കെ കാലാവസ്ഥയിലാണ് കൊടുക്കാൻ പറ്റാത്തതെന്നുമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം പിന്നത്തേക്ക് വെച്ചാൽ മറന്നുപോയാലോ. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. അതിനാമുഖമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ പറയുന്ന എല്ലാ ഇലകളും എല്ലാ ബേഡ്സും തിന്നണം എന്നില്ല കേട്ടോ. അതിന് കാരണം നമ്മൾ അതിനെ കൊടുത്ത് ശീലിപ്പിക്കാത്തത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 10 ഇലകളുടെ ഒരു ഓപ്ഷൻ ഞാൻ തരികയാണ്. ഒന്ന് തിന്നില്ലെങ്കിൽ മറ്റൊന്ന് പരീക്ഷിക്കാം. പിന്നെ രാവിലെ നമ്മൾ തേനയൊക്കെ കൊടുത്തതിന് ശേഷം ഇതൊരു ഉച്ച കഴിഞ്ഞ് 3-3:30 ആകുമ്പോഴാണ് ഈ ഇലകൾ കൊടുക്കാൻ പറ്റിയ സമയം. അപ്പോൾ വെയിലൊക്കെയുള്ള സമയമാണെങ്കിൽ അത് നന്നായിട്ട് കഴിച്ചോളൂ. പിന്നെ മറ്റൊരു മുന്നറിയിപ്പ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. ഏത് തരം ഇലകളാണെങ്കിലും കൂടുതലായിട്ട് കൊടുത്താൽ ലൂസ് മോഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടാൽ ഉടനെ ഇല കൊടുക്കുന്നത് നിർത്തിയേക്കാം. കൂടാതെ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ഈ ഇഞ്ചി ഉണ്ടല്ലോ, ആ പച്ച ഇഞ്ചി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ എന്ന കണക്കിൽ മിക്സ് ചെയ്ത് ഇത് കുടിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം കൊണ്ടൊക്കെ ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോളും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മൾ ഈ ഇലകൾ ബേഡ്സിന് കൊടുക്കുമ്പോഴേ അത് മരത്തിൽ നിന്നോ ചെടിയിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ബേഡ്സിന് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗവും ഉൾഭാഗവും ഒക്കെ നന്നായിട്ട് നോക്കണം. പുഴുക്കളും ഈ കീടങ്ങളുമൊക്കെ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകും. ചില ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പുഴുക്കളുണ്ടാവും, ചെറിയ കീടങ്ങളുണ്ടാവും, കൃമികീടങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ബേഡ്സിൻ്റെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ബേഡ്സിന് ദോഷം വരുത്തുന്ന സംഗതികളാണ്. അപ്പോൾ നമ്മുടെ ഇലകളുടെ ലിസ്റ്റിലെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആദ്യത്തെ ഇലയിലേക്ക് കിടക്കാം. അതാണ് നമ്മുടെ തുളസി. ഈ തുളസി കൊടുക്കുന്നത് കൊണ്ട് ഞാൻ കണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേഡ്സിന് യാതൊരുവിധ അസുഖങ്ങളും വരില്ല എന്നുള്ളതാണ്. ഈ തുളസി മെയിനായിട്ട് ചെയ്യുന്നത് ബേഡ്സിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. അതുകൂടാതെ ബേഡ്സിലുണ്ടാകുന്ന ബാക്ടീരിയ, വൈറൽ അണുബാധകളെ ഇത് ഫലപ്രദമായിട്ട് നേരിടുകയും ചെയ്യുന്നു. ബേഡ്സിന് ചില ചർമ്മരോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തുളസി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇലകളോടെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഇല്ല, ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉള്ളതായിട്ട് കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇലകൾ നുള്ളിയിട്ട് ഇലയുടെ ഞെട്ടും തണ്ടും അടക്കം കൊടുക്കുക. അപ്പോൾ തുളസിയുടെ ഈ പൂവും അരിയും ഒക്കെ ബേഡ്സിന് നല്ല ഇഷ്ടമുള്ള സംഗതിയാണ്. നമ്മൾ ഈ തുളസി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അവർ ആ പൂവും അരിയൊക്കെ തിന്നും, പിന്നെ ഇലയുടെ ഞെട്ട് തിന്നും. മിക്കവാറും ഇവർ ഈ ഞെട്ടിൽ കടിക്കുമ്പോഴത്തേക്കും ഇലയൊക്കെ താഴോട്ട് വീണ് പോകാറാണ് പതിവ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ദിവസവും തുളസി കൊടുക്കാറുണ്ടെങ്കിലും എൻ്റെ ബേഡ്സിന് ഇതുവരെ ലൂസ് മോഷൻ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഈ കൂടിൻ്റെ താഴെ നെറ്റല്ല വെച്ചിട്ടുള്ളതെങ്കിൽ ഈ തുളസി കൊടുക്കുമ്പം ഇലകൾ കുറേ ഞുള്ളി കളഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മഴക്കാലത്ത് തുളസി കൊടുക്കുന്നത് കൺട്രോൾ ചെയ്യണം. നനഞ്ഞ ഇലകൾ ഒരിക്കലും കൊടുക്കരുത്. ലൂസ് മോഷൻ കാണുകയാണെങ്കിൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് തുളസിന്ന് മാത്രമല്ല ഒരു തരത്തിലുള്ള ഇലകളും കൊടുക്കുകയും ചെയ്യരുത്. ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ആളെ പരിചയപ്പെടാം. പനിക്കൂർക്ക ഇല കേട്ടിട്ടുണ്ടോ? പനിക്കൂർക്ക. ഈ പനിക്കൂർക്ക, ചുമക്കൂർക്ക എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലുള്ള ഇലകളുണ്ട്. അതിൽ പനിക്കൂർക്കയെ പറ്റിയാണ് ഞാനീ പറയുന്നത്. സർവ്വരോഗ ശമനി എന്നാണ് ഈ പനിക്കൂർക്ക അറിയപ്പെടുന്നത്. പനി, ജലദോഷം, കഫക്കെട്ട്, തുമ്മൽ ഇതുപോലെയുള്ള രോഗങ്ങൾ മനുഷ്യർക്കെന്ന പോലെ തന്നെ ലവ് ബേഡ്സിനും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രതിരോധമായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധമാണ് പനിക്കൂർക്ക ഇല. അതുകൂടാതെ ഈ ബേഡ്സിന് നല്ല ദഹനം കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്.
എൻ്റെ അനുഭവത്തിൽ ബേഡ്സിന് തുളസിയിലേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട ഇലയാണ് പനിക്കൂർക്ക ഇല. നിങ്ങൾ ലവ് ബേഡ്സിനെ വളർത്തുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും പനിക്കൂർക്ക ഒരെണ്ണം നിങ്ങളുടെ പറമ്പിൽ നട്ട് പിടിപ്പിച്ചിരിക്കണം. അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകും. കുറച്ച് ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. വേനൽക്കാലത്ത് വെള്ളം ഒഴിക്കാം. ഞാൻ എൻ്റെ ബേഡ്സിന് ആഴ്ചയിൽ ഒരിക്കൽ പനിക്കൂർക്ക ഇല കൊടുക്കാറുണ്ട്. ഇത് തണ്ടോടുകൂടി ഒടിച്ചിട്ട് കൂട്ടിൽ എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിട്ടാൽ മതി, അത് പോയി കടിച്ചു തിന്നോളും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഈ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള ഒരു ഇലയായതുകൊണ്ട് ദിവസവും കൊടുക്കരുത്. ഇപ്പം മഴക്കാലത്ത് പ്രത്യേകിച്ചും. വേനൽക്കാലത്ത് വേണമെങ്കിൽ ഒന്നരാടം ദിവസങ്ങളിൽ വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, ലൂസ് മോഷൻ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ മാത്രം. അടുത്തതായിട്ട് ബേഡ്സ് നല്ല ഇഷ്ടത്തോടെ കടിച്ചു പറിച്ച് തിന്നുന്ന ഒരു ഇലയാണ് ഈ പച്ച ചീര ഇലയും ഇതിൻ്റെ തണ്ടും. വേനൽക്കാലത്ത് ലവ് ബേഡ്സിന് ധാരാളമായി കൊടുക്കാൻ പറ്റുന്ന ഒരു ഇലയാണിത്. കാരണം ഇതിൽ ജലത്തിൻ്റെ അംശം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ചീര ഇലകളും തണ്ടുകളും ബേഡ്സിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തണ്ടിൻ്റെ ഉള്ളിലെ ഈ മാംസളമായ ഭാഗങ്ങൾ ലവ് ബേഡ്സ് നന്നായിട്ട് കഴിക്കും. നമുക്കറിയാമല്ലോ ചീരയുടെ ഗുണങ്ങളെപ്പറ്റി. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വൈറ്റമിൻസ്, പിന്നെ പ്രോട്ടീന്, നാരുകൾ, ഫൈബർ ഇതെല്ലാം അടങ്ങിയതാണ് ചീരയില. അപ്പോൾ ഈ നാരുകൾ ദഹനത്തിന് വളരെ നല്ലതാണ്. ഈ ബേഡ്സിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, പിന്നെ വൈറ്റമിൻ കെ, അതുപോലെ തന്നെ ഫോളിക് ആസിഡ് എന്നിവയൊക്കെ ഈ ചീരയിലയിൽ വളരെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചീരയില ധൈര്യമായിട്ട് നമ്മുടെ ബേഡ്സിന് കൊടുക്കാം. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ ഇലയും ഒരുതരം ചീര ഇല തന്നെയാണ് കേട്ടോ. ഈ ചീര നിങ്ങൾക്ക് നല്ല പരിചയമുള്ളതായിരിക്കും. നിങ്ങളുടെ വീട്ടിലും പറമ്പിലൊക്കെ നട്ട് വളർത്തുന്നുണ്ടാവും. അതുകൂടാതെ കടയിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ ചീരയ്ക്ക് മധുരച്ചീര എന്നും പറയും, ചുവന്ന ചീര എന്നും പറയും. പച്ചച്ചീരയിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ചുവന്ന ചീരയ്ക്കും ഉണ്ട്. കൂടാതെ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ചുവന്ന ചീരയിൽ. അതുകൊണ്ട് ഈ മുട്ടയുടെ തോടിന് കട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാൽസ്യം ബ്ലോക്കും പിന്നെ കണവ നാക്കുമൊക്കെ കൊടുക്കുന്നതിന് പകരം ഈ ചീര കൊടുക്കാം. കൊടുക്കുന്നതിന് പകരം എന്ന് പറയാൻ പറ്റില്ല, കാരണം കാൽസ്യം ബ്ലോക്കും കണവ നാക്കുമൊക്കെ കൂട്ടിൽ വെച്ചിരിക്കണം. കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ബേഡ്സ് പോയിട്ട് കഴിച്ചോളും. അപ്പോൾ ചീരയില കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ചീര വീട്ടിൽ നട്ട് വളർത്തിയത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുന്നത് നമുക്കറിയാമല്ലോ, തമിഴ്നാട്ടിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നതായിരിക്കും. അവയിൽ ഇവർ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കീടനാശിനികളൊക്കെ തളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് എത്ര കഴുകിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അംശം അതിൽ ബാക്കിയുണ്ടാവും. അത് നമ്മൾ കഴിക്കുന്നതും മോശമാണ്, ബേഡ്സിന് കൊടുക്കുന്നതും മോശമാണ്. ബേഡ്സിൻ്റെ മരണത്തിന് വരെ ഇത് ഇടയാക്കിയേക്കാം. നമ്മൾ ചിലപ്പോൾ മരിച്ചില്ല എന്ന് വരാം, നമ്മുടെ പ്രതിരോധ ശക്തി കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ചീര ഇനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതങ്ങ് പറഞ്ഞു തീർത്തിട്ട് നമുക്ക് അടുത്ത ഇലകളിലേക്ക് കിടക്കാം. നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ ഇലയും ഒരു ചീര തന്നെയാണ്. ഇത് വേലിച്ചീര എന്ന് അറിയപ്പെടുന്നു. ചീര ഇനത്തിൽ ബേഡ്സിന് കൊടുക്കാവുന്ന 3ാമത്തെ ചീരയാണ് ഈ വേലിച്ചീര. മൾട്ടി വൈറ്റമിൻ ഗ്രീൻ എന്നാണ് ഈ ചീര അറിയപ്പെടുന്നത് തന്നെ. മറ്റ് ചീരയിൽ ഉൾപ്പെടാത്ത വൈറ്റമിൻ എഫ് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ബേഡ്സിന് നല്ല തിളങ്ങുന്ന നിറങ്ങൾ ലഭിക്കാനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. ഈ ചീരയുടെ തണ്ടും ഇലയും കൂടി വേണം നമ്മൾ ബേഡ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചീരയുടെ ഇളം തണ്ടുകളും ഇലകളാണല്ലോ ഉപയോഗിക്കുന്നത്. മൂത്ത ഇലകൾ നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് ബേഡ്സിനും കൊടുക്കേണ്ടത്. ഈ ചീരയുടെ കട്ടിയുള്ള തണ്ട് നമുക്ക് ബേഡ്സ് ഇരിക്കുന്ന കൂട്ടിൽ ബേഡ്സിന് ഇരിക്കാനായിട്ട് വെക്കാം. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള കമ്പാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേഡ്സ് ഇരിക്കുന്ന കമ്പെല്ലാം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ബേഡ്സ് ഈ ചീരയുടെ തണ്ട് കടിച്ചിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അകത്ത് അതിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ബേഡ്സിന് ഇരിക്കുകയും ചെയ്യാം, ഇടയ്ക്കൊന്ന് കടിക്കുകയും ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ തരം ചീരയിൽ ഒരു തരം കായുണ്ടാകും. ഇലകളുടെ അടിയിൽ ഒരു കമ്മൽ പോലെ തൂങ്ങിക്കിടക്കുന്ന നല്ല കാണാൻ ഭംഗിയുള്ള ഒരു തരം കായുണ്ടാകും. ആ കാ നമ്മൾ ബേഡ്സിന് കൊടുക്കരുത്. കാരണം അതിനെപ്പറ്റി ഇതുവരെ ആരും ഗവേഷണം നടത്തിയിട്ടില്ല. കൊടുത്താൽ നല്ലതാണോ മോശമാണോ എന്ന് എനിക്കും അറിയില്ല. അതുകൊണ്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് നമ്മുടെ ബേഡ്സിന് കൊടുക്കാൻ പറ്റുന്നതും മാസത്തിൽ ഒരു തവണയെങ്കിലും നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ടതുമായ ഒരു ഇലയാണ് ആര്യവേപ്പില. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു മരമാണ് ഈ ആര്യവേപ്പ്. ഇതിൻ്റെ ഇലയും തണ്ടും ബേഡ്സിന് കൊടുക്കാം. നമ്മുടെ എല്ലാ ബേഡ്സും ചിലപ്പോൾ ഇതിൻ്റെ ഇല അധികമൊന്നും കഴിച്ചെന്ന് വരില്ല. എന്നാലും ഇതിൻ്റെ തണ്ടുണ്ടല്ലോ, ആ തണ്ട് കടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര കുറച്ച് കഴിച്ചാലും നല്ല ഒന്നാം തരം ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റിബയോട്ടിക്കും ഒക്കെയാണ് ഇതിൻ്റെ ഇലയും തണ്ടും.
അപ്പോൾ തണ്ടോട് കൂടി തന്നെ ഇതിൻ്റെ ഇലകൾ ഒടിച്ചിട്ട് നമ്മുടെ ബേഡ്സിൻ്റെ കൂട്ടിൽ അവിടെ ഇവിടെയായിട്ട് കെട്ടിത്തൂക്കിയിടുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇലയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കിടക്കുന്നത്. കാരണം വൈറസുകളെ ഫലപ്രദമായിട്ട് തടുക്കാൻ ഈ ഇലകൾക്ക് കഴിയും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും ഈ ഇലയും തണ്ടും നിങ്ങൾ കുറേ നാളത്തേക്ക് എടുത്ത് കളയണ്ട, ആ കൂട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്നോട്ടെ. പിന്നെ വേനൽക്കാലത്ത് ഈ ബേഡ്സിനെ ബാധിക്കുന്ന പലതരം അസുഖങ്ങളുണ്ട്. ഈ പേനിൻ്റെ അസുഖം, ചൊറിച്ചിൽ, അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ. അപ്പോൾ ഈ വേപ്പില നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് തണുപ്പിച്ചിട്ട് ഒരു കുപ്പിക്കകത്താക്കി സ്പ്രേ ചെയ്യുക. ഇത് ബേഡ്സിൻ്റെ ശരീരത്തിലും അതുപോലെ കൂടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്പ്രേ ചെയ്യുന്നത് ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവയെ നശിപ്പിക്കാൻ വേണ്ടി വളരെ നല്ലതാണ്. ബേഡ്സിൻ്റെ സ്കിന്നിനെയും തൂവലിനെയും ഒക്കെ ഇത് നന്നായിട്ട് സംരക്ഷിക്കും. പിന്നെ പേനിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇതിട്ട് തിളപ്പിച്ച് വെള്ളം സ്പ്രേ ചെയ്താൽ മാറിക്കിട്ടും. നമ്മുടെ ലിസ്റ്റിലെ 7ാമത്തെ ഇലയാണ് മുരിങ്ങയില. നമ്മുടെ ലവ് ബേഡ്സിന് കൊടുക്കാവുന്ന ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് ഈ മുരിങ്ങയില. പ്രോട്ടീന്, കാൽസ്യം, പിന്നെ 8 തരം അമിനോ ആസിഡുകൾ, വൈറ്റമിൻ സി, വൈറ്റമിൻ എ എന്നിവയെ കൂടാതെ അയൺ അഥവാ ഇരുമ്പ് സത്തും മുരിങ്ങയിലയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് മുരിങ്ങയിലയെ വിളിക്കുന്ന പേര് അതിജീവന ഭക്ഷണം എന്നാണ്. ബേഡ്സിന് ശക്തമായ രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്ന ഫൈറ്റോ ന്യൂട്രിയൻറ്റുകൾ മുരിങ്ങയിലയിൽ വളരെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ മുരിങ്ങയിലയും ഒരു ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ മെഡിസിനാണ്. എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മുടെയൊക്കെ ഈ പറമ്പുകളിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ഈ മുരിങ്ങയില. ശരീരത്തിന് ചൂട് നൽകുന്ന ഒരു ഭക്ഷണമാണല്ലോ ഈ മുരിങ്ങയിലയും മുരിങ്ങക്കായും ഒക്കെ. അതുകൊണ്ട് തണുപ്പ് കാലത്തും ബേഡ്സിന് കൊടുക്കാൻ പറ്റുന്ന ഉത്തമമായ ഒരു ഇലയാണ് ഈ മുരിങ്ങയില. പിന്നെ കർക്കിടക മാസത്തിൽ മുരിങ്ങയിലയ്ക്ക് അല്പം കയ്പ്പ് രസം കൂടുതലുണ്ടാവുമല്ലോ, കഴിക്കാൻ പാടില്ല എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പഴമക്കാരെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് കർക്കിടകത്തിൽ മുരിങ്ങയില കൊടുക്കാതിരിക്കാം. നമ്മുടെ ലിസ്റ്റിലെ 8ാമതായിട്ടുള്ളതും കാണാൻ വളരെ ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു ഇലയാണ് ഈ കാണുന്നത്. ഇത് എന്ത് തരം ഇലയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കേരളത്തിൽ പലയിടത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ബോഞ്ചിക്ക, മുസോളിക്കായ്, മുസോളിങ്ങ, പിന്നെ വള്ളി ഓറഞ്ച്, വള്ളി നാരങ്ങ, സർബത്തും കായ് എന്നീ പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സർബത്തും കാ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഫാഷൻ ഫ്രൂട്ട് എന്ന് ചിലരൊക്കെ പറയുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയാണ്. ഈ ഫ്രൂട്ടിന് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളുടെ നാട് എവിടെയാണെന്നും അവിടെ എങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നതൊക്കെ അറിയാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. തെക്കേ അമേരിക്കയിലാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് ലോകമെമ്പാടും നമ്മുടെ നാട്ടിലും സുലഭമായിട്ട് ഇത് ലഭിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ശരി, നമ്മളിൽ പലർക്കും ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെയും അതിൻ്റെ ഇലകളുടെയൊക്കെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇന്നും അത്ര ബോധവാന്മാരല്ല. ഡെങ്കിപ്പനിയൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് പെട്ടെന്ന് കൂട്ടാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇല ബേഡ്സിന് കൊടുക്കുന്നത് ബേഡ്സിൻ്റെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുമൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ബേഡ്സ് നല്ല ആക്റ്റീവായിട്ടിരിക്കുകയും ചെയ്യും. ഈ ഇല ബേഡ്സിന് വളരെ ഇഷ്ടവുമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇലയാണ് ഇതിൻ്റെ ഇല. നമ്മുടെ ലിസ്റ്റിൽ ബേഡ്സിന് കൊടുക്കാൻ പറ്റുന്ന 9ാമത്തെ ഇലയാണ് ഈ കാണുന്ന കൊടകൻ. മുത്തിൽ എന്നാണ് ആയുർവേദത്തിൽ ഇതിന് പേരുള്ളത്. ഈ ചെടി ആയുർവേദത്തിൻ്റെ മുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ മുറ്റത്തും തൊടിയിലുമൊക്കെ വളരെ ധാരാളമായിട്ട് ഇങ്ങനെ പടർന്നു കിടക്കുന്നത് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇല ചില ബേഡ്സ് നന്നായിട്ട് കഴിക്കും, ചില ബേഡ്സ് കഴിക്കാതിരിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ബേഡ്സിന് കൊടുത്തിട്ട് പലതും ഇത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ തണ്ടും ഇലയും ബേഡ്സ് കഴിക്കുന്നതാണ്. ബേഡ്സിനുണ്ടാകുന്ന വായ്പുണ്ണ് പോലെയുള്ള രോഗങ്ങൾക്ക് ഇത് നല്ലൊരു മരുന്ന് കൂടിയാണ്. നമ്മുടെ ലിസ്റ്റിലെ 10ാമത്തെ ഇലയാണ് ഈ കാണുന്ന മല്ലിയില. ഈ ഇല പലർക്കും സുപരിചിതമായിരിക്കുമല്ലോ. നമ്മൾ പച്ചക്കറി കടയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങുന്ന ഒരു ഇലയാണ് ഈ മല്ലിയില. നമ്മൾ കറിക്ക് ടേസ്റ്റ് വരാൻ വേണ്ടി ഈ മല്ലിയില ഇടാറുണ്ട്. ഈ മല്ലിയില ലവ് ബേഡ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. ഇതും വേനൽക്കാലത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൊടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതും കടയിൽ നിന്ന് നമ്മൾ വാങ്ങരുത്. കീടനാശിനി തളിച്ചതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിത് സ്വന്തമായിട്ട് നട്ടുണ്ടാക്കാൻ സാധിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലി ഉണ്ടല്ലോ, അത് ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേന്ന് നനവുള്ള മണ്ണിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുളച്ചു വരും. ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബേഡ്സിന് കൊടുക്കാൻ പാകത്തിൽ ഇതിൻ്റെ ഇലകളൊക്കെ വളർന്നു വരും. അപ്പോൾ നമുക്കത് ബേഡ്സിന് കൊടുക്കാൻ സാധിക്കും.
അപ്പോൾ ഇത്രയും ഇലകളാണ് പ്രധാനമായിട്ടും ലവ് ബേഡ്സിന് കഴിക്കാൻ കൊടുക്കാവുന്ന ടോക്സിക് അല്ലാത്ത, അതായത് വിഷമയം തീരെ ഇല്ലാത്ത ഇലകൾ. ചില ബേഡ്സ് ഇതിൽ ചില ഇലകൾ തിന്നില്ല എന്ന് വരാം. അത് നമ്മൾ അതിനെ കൊടുത്ത് ശീലിപ്പിക്കാത്തതുകൊണ്ട് തന്നെയാണ്. ചെറുപ്പത്തിലേ കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ എല്ലാം കഴിച്ചോളും. ഇത് കൂടാതെ ബേഡ്സിന് കൊടുക്കാവുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വേറെയുണ്ട്. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനി മുതൽ തിന മാത്രം കൊടുക്കുന്നവർ ഇതുപോലുള്ള ഇലകളും കൊടുത്തു തുടങ്ങുക. ചിലവ് ചുരുക്കാമെന്ന് മാത്രമല്ല, ബേഡ്സിന് നല്ല ആരോഗ്യം ഉണ്ടാകാനും അസുഖങ്ങൾ വരാതിരിക്കാനും ഇത് ഉപകാരപ്പെടും. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടേ പോകാവൂ കേട്ടോ, മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചാനലിൻ്റെ ഹോം പേജിൽ പോയിട്ട് വീഡിയോസ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ചെക്ക് ചെയ്യുക. ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ദയവായിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുതേ. അപ്പോൾ വീണ്ടും നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.